കളിക്കാൻ പറയുമ്പോ ഞങ്ങൾ പറയുന്നത് പോലെ കളിച്ചില്ലെങ്കിൽ ആള് ഞങ്ങൾ ദേഷ്യം വരും. എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നതേ ഓച്ചിറയിലാണ്. ഓച്ചിറയിൽ വന്നിരിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു കൂട്ട അമ്മമാരുണ്ട്. അതായത് ഏറ്റവും പ്രായം കൂടിയ അമ്മ എന്ന് പറയുന്നത് 73 വയസ്സുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ചേട്ടത്തിയുണ്ട്. ചേട്ടത്തി TTC പഠിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. എന്നാലും നമുക്ക് ആ വ്യത്യസ്തമായ ഒരു തിരുവാതിര കളിയുടെ തിരക്കി വന്ന ആ 8ാം ക്ലാസ്സുകാരി അതാണ്ട് ഈ കാണുന്നതാണ്. TTCക്ക് പഠിക്കുന്ന ആള് ഇതാണ്. അവളുടെ പേരെന്താ? ആർച്ച. മോളുടെ പേര് ആദിത്യ. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഈ പ്രായമുള്ള അമ്മമാരെ പഠിപ്പിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എന്ന് മുതലാണ് നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയത്? 5 മാസമായി. ഇവരൊക്കെ എങ്ങനെ കൂട്ടിയെടുത്ത്? ഇവര് എല്ലാരും ബന്ധുക്കളൊക്കെ തന്നെയാണ്. ഇങ്ങനെ ചോദിച്ചല്ലാരും തിരുവാതിര കളിക്കാൻ താല്പര്യം ഉണ്ടായി ചോദിച്ചപ്പോ അവരൊക്കെ നല്ല സ്മാർട്ടായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ്. പ്രായം കുറഞ്ഞവര് വന്നില്ല. ഇവർക്കാണ് വരാൻ ഉത്സാഹം ഉണ്ടായത്. അവരാ വന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് തുടങ്ങണമെന്ന്? ഇപ്പൊ ഇതാണ് ട്രെൻഡിങ്. അതൊക്കെ പോട്ടെ. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ എങ്ങനെ ഈ തിരുവാതിര പഠിച്ചു? ഞാന് യൂട്യൂബ് നോക്കും, പഠിക്കും, എന്റെ സ്റ്റെപ്പിടും ചേച്ചിയും പറഞ്ഞു തരും. ചേച്ചിക്ക് തിരുവാതിര പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഡാൻസ് പഠിച്ചിട്ടില്ല. ഞങ്ങളേതായിട്ട് യൂട്യൂബ് നോക്കുമ്പോ ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റെപ്പും പറ്റിയ സ്റ്റെപ്പ് വരെ പഠിപ്പിക്കും. അങ്ങനെയാണ്. നിങ്ങൾ കലാകുടുംബം അല്ലാണോ? നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതേ ഉള്ളു അല്ലേ? എന്റെ അമ്മയൊക്കെ അമ്മൂമ്മയൊക്കെ വിളിക്കാം. അപ്പോൾ ഇവര് കലാകുടുംബമൊന്നും അല്ല. ഇവര് സ്വന്തമായിട്ട് തന്നെ, അതായത് ഈ വൈകുന്നേരങ്ങളിൽ, അതായത് സീരിയലൊക്കെ കണ്ടിരിക്കാതെ എല്ലാരും കൂടെ വന്നിരുന്ന് ആദ്യം ഒന്ന് കളിച്ചു നോക്കി. എങ്കിലും അത് സക്സസ് ആയപ്പോൾ ബാക്കിയുള്ളവരെ കൂടെ ക്ഷണിച്ച് അങ്ങനെയാണ് നാണ്ടെ ആർച്ചയുടെ ആദ്യത്തെ അമ്മയാണ് ഇത്. ഈ അമ്മയുടെ അമ്മയാണ്? അല്ല, അച്ഛന്റെ അമ്മയാണ്. എങ്ങനെയാണ് മക്കളുമാരുടെ ഈ ഒരു ടാലന്റ് ഒക്കെ മനസ്സിലായത്? ഇവർക്ക് ടാലന്റ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ അങ്ങോട്ട് ഡാൻസിലേക്കൊന്നും വിടാൻ പറ്റിയില്ല. നമ്മുടെ ഓരോ സാഹചര്യം കൊണ്ട് വിടാൻ പറ്റിയില്ല. ഇളയാള് നല്ലപോലെ പാടും. ഇവള് മൂത്ത ആളാണ്, ആദ്യത്തെയാണ് ഡാൻസ് ഒക്കെ. വെറുതെ ഒരു പാട്ട് കേട്ടാലും ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഞാൻ എന്നിട്ട് ചുമ്മാതെ ഇവരോട് പറയും, ഒരു പാട്ടിട്ടിട്ട് ചുമ്മാ ഡാൻസ് കളിക്കരുതെന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ മലപ്പുറത്തായിരുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ വൈകുന്നേരം എക്സർസൈസിന് വേണ്ടിയിട്ട് വെറുതെ ഇവരെന്നെ എക്സർസൈസ്, ഞങ്ങൾ നല്ലപോലെ വണ്ണം വെച്ചിരുന്നു. അപ്പോൾ എക്സർസൈസ് ചെയ്ത് പാട്ടിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ എക്സർസൈസ് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇവരുടെ മെയ്വഴക്കവും കാര്യവും കാണുമ്പോഴൊക്കെ സന്തോഷം. ഞാൻ തന്നെ പറയും, ഇവരെ കൂടെ ഞാൻ പാടിക്കും. എനിക്ക് കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും ഡാൻസ് കളിപ്പിക്കും. പക്ഷെ ഞങ്ങൾക്കറിയാം നല്ലപോലെ ഇവർ കളിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് അവരെ പ്രൊഫഷണലായിട്ട് വിടാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ സപ്പോർട്ട് ഫുൾ അമ്മയുടെ സപ്പോർട്ടാണ്. ഞാൻ കൊച്ചുനാളിലൊക്കെ തിരുവാതിര കളിച്ചിട്ടുണ്ട്. കാലും ഒന്നും നടുവൊന്നും വൈകുന്നേരം ആകുമ്പോ ഞങ്ങൾ പറഞ്ഞു വിടും. ഞങ്ങളൊന്ന് കാരണം ഓർമ്മ ചെയ്താലും വിളിച്ച് ചായ ഒക്കെ ഇട്ട് തന്നിട്ട് 4 മണിയായി പോകുന്നില്ല. ഞങ്ങളുടെ പ്രോഗ്രാമിന് ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങൾക്ക് കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ വരും. നല്ല സപ്പോർട്ടാണ്. ഞാൻ പറയും, എനിക്കിപ്പം എന്റെ ഹസ്ബൻഡ് അടുത്തില്ല, ആഴ്ചയിലേ വരുള്ളൂ. അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് ശരിക്കും ഞാൻ ഇറങ്ങുന്നത്. അമ്മയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. നല്ല സപ്പോർട്ട്. പാട്ട് പാടുന്നത് പാട്ട് പാടി മനസ്സിലുള്ള പാട്ട് രണ്ടുപേരും അല്ലെങ്കിൽ ആർച്ച പാട്ട് പാട്, ഡാൻസ് കളിക്കണം.
വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാനിക്കാറ്റിൽ കണ്ണിമാങ്ങ കഴിച്ചു നടക്കാം. കാട്ടിൻവസരങ്ങൾ കിലുക്കാം. കുന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. കണ്ടോ 8ാം ക്ലാസ്സുകാര് വിളിച്ചപ്പോ പ്രായം നോക്കാതെ 73 വയസ്സ് മുതലുള്ള എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു. അവരെല്ലാരും കൂടെ നമുക്കൊന്ന് വിളിക്കാം. വാ, എല്ലാരും കൂടെ തോന്നാം. ഓടിയോ. ഇവളെന്ന് പറഞ്ഞാലേ പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോ 4:30 വന്ന് ചായ പോലും കുടിച്ച് ഓടുകയാണ്. തിരുവാതിരക്ക് വേണ്ടിയിട്ട് ടീച്ചർമാര് ഓടി വന്ന് നല്ല ഉത്തരവാദിത്വത്തോട് ഓടി ഗ്രൂപ്പില് സമയം ഇടും. 5 മിനിറ്റ് തെറ്റുമ്പോ വിളിയാ രാത്രി വരാൻ താമസിക്കുന്നു എന്താണെന്ന് എന്നിട്ട് എത്തിക്കഴിഞ്ഞില്ലേ. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർ ഇവര് നേരത്തെ വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഓടി വരും. ആഹാരം പോലും കഴിക്കാതെ വന്ന് ഇവിടെ ചായ പോലും കുടിക്കാതെ വരുന്നത്. സ്കൂളിൽ നിന്ന് വരുന്ന വഴി പുസ്തകം ഇട്ടിട്ട് യൂണിഫോമോടെ ഓടിയിരിക്കുന്നത്. അമ്മയുടെ പേരെന്തോ? എന്റെ പേര് ഉഷ. അമ്മയുടെ പേര് ഓമനയമ്മ. ഈ അമ്മയാണ് 73 വയസ്സ് പ്രായം കുറഞ്ഞ അമ്മ. ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ. ഗീത. ജയലക്ഷ്മി. ജയശ്രീ. വസന്ത. സുഖ. ഈ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വന്നപ്പോ അത് തിരുവാതിരക്ക് വന്നപ്പോ നേരത്തെ ഒക്കെ കളിച്ച് പരിചയമുണ്ടോ? ഇല്ല. അന്നേരം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് കാല് വെക്കാൻ പറയുമ്പോ അങ്ങോട്ടായിരിക്കും അടിക്കൂ. ടീച്ചർ അടിക്കൂ. ടീച്ചർ ഞങ്ങൾ ഇപ്പോഴും കണ്ണുരുട്ടി ഒന്ന് നോക്കി കഴിയുമ്പോ ഞങ്ങൾ പെട്ടെന്ന് ടീച്ചർ കണ്ണുരുട്ടോ? എല്ലാം അവിടെ അച്ഛന്റെ കുഞ്ഞമ്മയാണ് അത് രണ്ടും. അത് അമ്മായി കുഞ്ഞമ്മയുടെ മോളെ ചേച്ചിയാണ്. പണ്ട് അടിച്ചതിലെ വാശി തീർക്കൂ. അതൊക്കെ മനസ്സിൽ വെച്ച് തീർക്കും. ഇഷ്ടപ്പെട്ട കൊച്ചുങ്ങളായത്. അതല്ലേ കളിക്കാൻ പറയുമ്പോ ഞങ്ങൾ പറയുന്നത് പോലെ കളിച്ചില്ലെങ്കിൽ ആള് ഞങ്ങൾ ദേഷ്യം വരും. എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. കളഞ്ഞിട്ട് പോവും. കളഞ്ഞിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. പഠിപ്പിച്ച് തീർത്തിട്ട് പോകും. അമ്മയെന്ന് പറഞ്ഞു പോയാൽ അത് കയറുക. ഇന്നത്തേക്കുള്ള കാര്യമൊന്നുമില്ല. എങ്ങനെ കാലിക്കൈയൊക്കെ 100 വരുന്നത് ഇതൊക്കെ? ഞങ്ങളെ വിളിച്ചപ്പോ സുജി എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് തിരുവാതിര പഠിക്കുന്ന വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് പോകുന്നത് ശരീരം പോകുമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. ഓക്കെ അവൻ ചേച്ചി വരാൻ പറഞ്ഞു. ഓക്കെയാ. അപ്പൊ അങ്ങനെ ഈ അസുഖങ്ങളെല്ലാം മാറിയില്ലേ? കുറെ കുറവ്. ഞങ്ങൾ ഷുഗറൊക്കെ ഉള്ളവരാണ്. മറ്റേത് ഈ വൈകുന്നേര സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീരിയലൊക്കെ കണ്ടിരിക്കുന്നതല്ലേ, അതൊക്കെ മാറിയില്ലേ? ആ ഒരു ഇതൊക്കെ മാറി ഇല്ല. ഞങ്ങൾക്കിപ്പൊ 7:30 നാരായണീയം തുടങ്ങും. TV ഒന്നും കാണാറില്ല. ഇല്ല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഗ്രൂപ്പില് തിരുവാതിര എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. പക്ഷെ അപ്പോഴത്തേന് കക്ഷി ഉള്ളവരെല്ലാം അങ്ങ് വിളിച്ചു, നമുക്ക് തുടങ്ങണം എന്നുള്ള ഒരു ഇത്. അമ്മായിയാണിത്, എന്റെ അമ്മായി എന്നെ വിളിച്ചു. ഞാനപ്പോ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ഒക്കെ പറഞ്ഞു. ഹസ്ബൻഡിനോട് ചോദിച്ചു. പിന്നെ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അമ്മയുടെ സപ്പോർട്ടാണ് ശരിക്കും എന്റെ ഒരു വിജയം. എന്തായാലും TTCക്ക് പഠിക്കുന്ന ചേട്ടത്തെയാണ് അനിയത്തെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഇതാണ് മെയിൻ ടീച്ചറായിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതായത് ഇവരെല്ലാവരെയും പഠിപ്പിക്കുന്നു. ഈ 73 വയസ്സുള്ള അമ്മ വരെ ഇപ്പൊ ചെറുപ്പമായി. സന്തോഷമുണ്ട്. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ഈ ഒരു ടീമിന്റെ പേരെന്തോ? കളഭം. ഓക്കെ, കളഭം ഞെക്കനാട് ഓച്ചിറ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അമ്പലങ്ങളിൽ ഇപ്പൊ ഉത്സവ സീസൺ ആണല്ലോ, എവിടെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറാണ് 73 വയസ്സുള്ള ഈ ഒരു എല്ലാവരെയും പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ സ്ഥലം കൊടുത്ത ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. ഈ ഇരിക്കുന്ന അമ്മയുണ്ടല്ലോ, അമ്മയാണ് ഇവർക്ക് തിരുവാതിര കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അമ്മയെ പേരെന്തുവാ? പങ്കയാച്ചി അമ്മ. ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ഞക്കനാൽ. ഞെക്കനാൽ. വെളുത്തേരിൽ വീട്. വെളുത്തേര് വീടോ? അത് വ്യത്യസ്തമായ ഒരു പേരാണല്ലോ. അമ്മ ഈ തിരുവാതിര കളിക്കുണ്ടോ? ഇല്ല മക്കളെ. അതെന്താ? നമുക്ക് കാലം ഒന്നും വയ്യ. തിരുവാതിര കളിക്കണ്ടേ?
അവര് കളിക്കുന്ന കാണുവാ. കാണുവാ. ആ കളിച്ചതൊക്കെ അവര് കളിക്കുന്ന കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാം നല്ലതുപോലെ കളിക്കും അവര്. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇവർക്കൊരു സൗകര്യം ഒപ്പിച്ചു കൊടുക്കുന്നത്? അവര് അപ്പോൾ അയലത്തൊക്കെ അല്ലയോ, അപ്പൊ അവിടെ കളിക്കാട്ടെന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കാണുകയും ചെയ്യാം, നേരം പോക്കും ഉണ്ട്. നേരത്തെ തിരുവാതിര കളിച്ചിട്ടുണ്ടോ? ഞാനോ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴേക്കെ. ആണോ? സ്റ്റേജിലൊന്നും കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല, അങ്ങും പോയിട്ടില്ല. പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പം ഓണത്തിനൊക്കെ കളിക്കുന്നതല്ലാതെ കളിക്കാൻ പോയിട്ടില്ല. അന്നൊന്നും അവസരങ്ങളില്ലായിരുന്നു. അന്ന് ഇതുപോലൊന്നും ഇല്ലല്ലോ കളി. ഓണത്തിനൊക്കെ കളിയല്ലേ ഉള്ളു. അവര് ഇപ്പൊ തന്നെ 3-4 സ്റ്റേജുകളിൽ കളിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എവിടെ വിളിച്ചാലും പോകുന്നില്ലേ? എവിടെ വിളിച്ചാലും ഈ ഒരു ടീം പോവും. നിങ്ങൾ എത്ര പേരാ മൊത്തം? 12 പേര്. ഇപ്പൊ മൊത്തം 12 പേരില്ലേ? കളിച്ച് മറിഞ്ഞു വീണാണോ? ആന്നല്ലേ? അതിൽ പുതിയ ആൾക്കാരെ തെരഞ്ഞെടുത്തോ വേറെ എക്സ്ട്രാ? അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതുള്ള മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.
ആരും